സ്വപ്നം കണ്ടോ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. നാളെ രാവിലെ സന്ധ്യച്ച് ഇവിടം വരെ ഒന്ന് വരുമോ? നന്ദേട്ടനെ വിളിക്കാൻ മറക്കല്ലേ? ശരി, വരാം. നന്ദേട്ടനോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ശരി. ഹലോ, എന്താണോ? ഞാൻ സച്ചിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. തനിക്കിത് എന്തു പറ്റി? ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ എന്തു പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. അത് വെറുതെ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താൻ വിളിക്കത്തില്ല. താൻ കാര്യം പറയടോ. ചില ദുസ്വപ്നങ്ങള് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ, അത് ശരി. സ്വപ്നം കണ്ട് പേടിച്ചുള്ള വിളിയാണല്ലേ? അല്ല, എന്താ ഇത്രയും വലിയൊരു ദുസ്വപ്നം? സച്ചേട്ടനൊന്ന് വീഡിയോ കോളിൽ വരുമോ? എനിക്ക് സച്ചേട്ടനെ ഒന്ന് കാണണം. തൻ്റെ ഒരു കാര്യം. ഒരു സ്വപ്നം കണ്ടപ്പോഴേക്കും താൻ ഇത്രയ്ക്ക് പേടിച്ചു പോയോ? എനിക്കറിയില്ല സച്ചേട്ടാ, മനസ്സാകെ വല്ലാണ്ട് മൂടിക്കെട്ടി നിൽക്കുന്ന പോലെ. അതൊക്കെ പോട്ടെ, താൻ എന്ത് സ്വപ്നം കണ്ടേ? അത് എന്തൊക്കെയോ ചില ദൃശ്യങ്ങള്, പേടിപ്പെടുത്തുന്ന ഓരോ ശബ്ദങ്ങളും, ചുറ്റിലും ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലെയൊക്കെ. കൊച്ചു കുട്ടികൾക്ക് ഇതിനേക്കാൾ നല്ല ധൈര്യം ഉണ്ടാവുമല്ലോ. താൻ ഒരു കാര്യം ചെയ്യും, ജപിച്ചുകൊണ്ട് കിടന്നു. അപ്പോ പെട്ടെന്ന് ഉറങ്ങും. അത് വേണ്ട, എനിക്കിങ്ങനെ സച്ചേട്ടനെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങണം. ഐ ലവ് യു സച്ചേട്ടാ. ഐ ടു ലവ് യു. ഞാൻ അരികിലുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഉറങ്ങുന്നവരെ ഫോൺ കട്ട് ചെയ്യില്ലേ? എന്താടോ, തനിക്കിത് എന്താ പറ്റിയേ? സച്ചേട്ടൻ രാവിലെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. അത് വെറുതെ. സത്യം പറഞ്ഞ കുറച്ച് നേരമായി ഞാൻ സച്ചേട്ടനെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കായിരുന്നു. തനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്തായിരുന്നു? താൻ പേടിച്ചായിരുന്നല്ലേ? അത് ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. ഞാനും അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ല, സച്ചേട്ടൻ ഓഫീസിൽ പോയില്ലേ? പോണം. രാവിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നാ പിന്നെ തന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്നു കരുതി. സച്ചി രാവിലെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കായിരുന്നു ഇവള്. വരുമെന്ന് സച്ചി പറഞ്ഞു കാണും അല്ലേ സച്ചി? അല്ല, അനൂപ് ഇപ്പഴാ അങ്ങോട്ട് ഓഫീസിലേക്ക് പോയത്. അല്ല, വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. അല്ല, അച്ഛനെവിടെ? ഇവക്ക് കുറച്ച് ആയുർവേദ മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇപ്പൊ വരും. വാങ്ങേണ്ട മരുന്നിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചെന്നാ മതിയായിരുന്നല്ലോ. വരുന്ന വഴിക്ക് ഞാനത് വാങ്ങി വരുമായിരുന്നല്ലോ. ഞാനത് അച്ഛനോട് പറഞ്ഞതാ, പക്ഷെ അച്ഛന് തന്നെ പോയി മേടിക്കണം. മോനെ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാനും കൂടി വേണം. അതിനെന്താ? എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അതെ, വാ അമ്മേ.
നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സന്ധ്യച്ചി ഇനി മുതല് നെല്ലിശ്ശേരി താമസിച്ചാ മതി. ഏയ് അതൊന്നും വേണ്ട. കല്യാണം കഴിയാതെ ഇനി അങ്ങോട്ടൊന്നും വന്ന് താമസിക്കുന്നു വേണ്ട. ഞാൻ വരുന്നില്ല. എനിക്ക് താമസിക്കാനേ നല്ല ഒന്നാം തരം സ്ഥലമുണ്ട്. എന്റെ നന്ദേട്ടാ, ഞാൻ പറയുന്നതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്ക്. തലയ്ക്ക് അടികിട്ടിയ പാമ്പ് അവന്തിക. നിങ്ങളുടെ കല്യാണം നടക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ അവര് വരും. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. സന്ധ്യച്ച ഒറ്റയ്ക്കാ ഹോസ്പിറ്റലിൽ പോകുന്നതും വരുന്നതും താമസിക്കുന്നതും എല്ലാം. അവര് സന്ധ്യച്ച അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ധ്യച്ച നെല്ലിശ്ശേരി തന്നെ താമസിച്ചാൽ മതിയെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇതൊക്കെ വിധിയാണെന്ന് ഞാനിപ്പോ കരുതുന്നത്. ഞാൻ നന്ദനും ഒന്നാവണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക ചെയ്യും. അത് അവന്തികയല്ല, ആര് വിചാരിച്ചാലും ഒരു മുടക്കവും വരുത്താൻ പറ്റില്ല. ഇത്രയും നാൾ അവളുടെ പീഡനങ്ങൾ സഹിച്ചാണ് ഞാൻ ജീവിച്ചത്. ഇനി അത് നടക്കില്ല. അവളോടൊരു കോംപ്രമൈസിന് ഞാനില്ല. ദൈവം തീരുമാനിക്കുന്നത് പോലെ തന്നെ വരട്ടെ.